മനുഷ്യന്റെ പ്രാഥമിക ആവശ്യങ്ങളിലൊന്നാണ് കുടിക്കാൻ ശുദ്ധമായ വെള്ളം ലഭിക്കുക എന്നത്. പക്ഷേ ഇപ്പോഴും കേരളത്തിന്റെ പലയിടങ്ങളിലും കുടിവെള്ളമില്ലാതെ ദുരിതമനുഭവിക്കുന്നവരുടെ കഥ പലപ്പോഴായി പൊതുജനം കഴുതിയല്ല സാർ എന്ന ഈ പരിപാടി തന്നെ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിച്ചിട്ടുണ്ട്. പലപ്പോഴും അതിന് പരിഹാരവും ഉണ്ടായിട്ടുണ്ട്. ഇനി പറയാൻ പോകുന്നത് കോഴിക്കോട് ചാത്തമംഗലം നിവാസികളുടെ ദുരിതത്തെ പറ്റിയാണ്. കഴിഞ്ഞ 8 മാസമായി കുടിവെള്ളമില്ലാതെ ബുദ്ധിമുട്ടുകയാണ് ചാത്തമംഗലം നിവാസികൾ. NCPC പദ്ധതിയിലൂടെ ലഭിച്ചിരുന്ന വെള്ളം മുടങ്ങിയതാണ് ഇപ്പോഴാ പ്രതിസന്ധി രൂക്ഷമാക്കിയിരിക്കുന്നത്. ചാത്തമംഗലം പഞ്ചായത്തിലെ 8 വാർഡുകളിലെ കുടുംബങ്ങളാണ് കുടിവെള്ളം ഇല്ലാത്തതിനാൽ ബുദ്ധിമുട്ടുന്നത്. NCPC പദ്ധതി പാതിവഴിയിൽ നിലച്ചതാണ് ഇവിടെ ദുരിതത്തിന് കാരണം. ചാത്തമംഗലം പഞ്ചായത്തിലെ 6 മുതൽ 12 വരെയും 14-ാം വാർഡിലെയും കുടുംബങ്ങളാണ് വെള്ളമില്ലാതെ പ്രയാസപ്പെടുന്നത്. ഇവിടെ വെള്ളമില്ലാതായിട്ട് കുറേ 8-10 മാസത്തോളം ഇപ്പോൾ വെള്ളമില്ലാതായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. വെള്ളത്തിന് ഇവിടെ ഒരു കിണറുണ്ട്, അതിലാണ് ഇപ്പോൾ 16 പേർക്കാരുടെ ആശ്രയം. പിന്നെ രാത്രിയില്ല പകലില്ലാതെ ആൾക്കാരെ മുക്കുകയാണ്. ഒരു കൂട്ടം രാത്രി മുക്കുക, ഒരു കൂട്ടം രാവിലെ മുക്കുക, അങ്ങനെ ഇതുവരെ മുക്കിക്കൊണ്ട് വന്ന് അടിയെത്തി തുടങ്ങിയ വെള്ളം. ഈ പദ്ധതിയുടെ ഉപഭോക്താക്കളായ മാളികത്തടം കോളനിയിലെ കുടുംബങ്ങളും വെള്ളമില്ലാതെ ദുരിതം അനുഭവിക്കുകയാണ്. 36 കുടുംബങ്ങൾക്കുള്ള ഏക ആശ്രയം ഈ കിണറാണ്. ഇത്രയധികം പേർ ഉപയോഗിക്കുന്നതിനാൽ വെള്ളം തികയുന്നില്ല. കലക്ക വെള്ളമാണ് പലപ്പോഴും ലഭിക്കുന്നത്. ഇനി പോയിട്ട് വെള്ളം മുക്കണം, രാത്രി വരെ അത് മുക്കണം. ചെറിയ മക്കളൊക്കെ ഉണ്ട്, അപ്പോൾ കിണറിൽ അടിയാണ് വെള്ളം. കുറേ സമയം എടുക്കും മുക്കിയെടുക്കാൻ. 2-3-4 ആൾക്കാർ മുക്കുമ്പോൾ വെള്ളം കലങ്ങും. കുറേ ഇന്ന് വരും നാളെ വരും പറഞ്ഞിട്ട് ഇനിയിപ്പോൾ കിട്ടൂല എന്നുള്ളതിലാണ്. ഇനി മഴവെള്ളം അതേ ഉള്ളൂ. അങ്ങനെ 1000 റുപ്യ അടുപ്പിച്ച്, പിന്നെ മാർച്ചിൽ കിട്ടുമെന്ന് പറഞ്ഞു. ഇതുവരെ കിട്ടിയില്ല. വാട്ടർ അതോറിറ്റിയിലും പഞ്ചായത്തിന് ഉത്തരവാദിത്തമുണ്ട്, പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഉത്തരവാദിത്തമുണ്ട്. പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിലവിൽ 10 പ്രാവശ്യം കത്തയച്ചിട്ടുണ്ട്. വാട്ടർ അതോറിറ്റി പൈസ അടക്കണം എന്ന് പറഞ്ഞിട്ട് 10 പ്രാവശ്യത്തോളം കത്തയച്ചിട്ടും അതിൻ്റെ അകത്തുനിന്ന് യാതൊരു മറുപടിയും അല്ലെങ്കിൽ അതൊരു പോസിറ്റീവായൊരു സംഭവവും പഞ്ചായത്ത് സെക്രട്ടറിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അത് വെച്ച് ഞങ്ങൾ കലക്ടർക്ക് പരാതി കൊടുത്തിരുന്നു. കലക്ടറെ പരാതിമേൽ ഒരു തീർപ്പ് ഇതുവരെ വന്നിട്ടില്ല. ആദ്യ മാസങ്ങളിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ സ്ഥിരമായി വെള്ളം എത്തിച്ചു കൊടുത്തിരുന്നെങ്കിലും ഇപ്പോൾ വിരളമാണ്. സ്വന്തമായി വെള്ളം പണം നൽകി വാങ്ങാൻ പലർക്കും ശേഷിയില്ല. മഴവെള്ളം ശേഖരിച്ച് ആവശ്യങ്ങൾ നിറവേറ്റേണ്ട ഗതികേടിലാണ് പ്രദേശവാസികൾ. വാട്ടർ അതോറിറ്റിയിൽ 20 ലക്ഷം രൂപ കുടിശ്ശിക ഉള്ളതിനാലാണ് പദ്ധതി മുടങ്ങിയത് എന്ന് പഞ്ചായത്ത് അധികൃതർ പറയുന്നു. നിലവിൽ ഈ പദ്ധതി നടത്തിപ്പിന് 24 അംഗ കമ്മിറ്റി രൂപീകരിക്കുകയും 2 വ്യക്തികളെ വെള്ളക്കരം കൈപ്പറ്റുന്നതിനും അറ്റകുറ്റപ്പണി നടത്തുന്നതിനും ഏൽപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ തുടക്കത്തിലെ ആവശ്യം പിന്നീട് ഉണ്ടായില്ല. പദ്ധതിയുടെ തുടർ നടത്തിപ്പിനും അറ്റകുറ്റപ്പണിക്കും ഓരോ ഗുണഭോക്താവിൽ നിന്നും 5000 മുതൽ 18,500 രൂപ വരെ കണക്ഷൻ ചാർജായി ഈടാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ യഥാസമയങ്ങളിൽ അറ്റകുറ്റപ്പണികൾ നടത്തുകയോ വാട്ടർ അതോറിറ്റിയിൽ തുക അടയ്ക്കുകയോ ചെയ്തില്ല. ഇതാണ് കുടിവെള്ളം മുടങ്ങാൻ കാരണം. വേനൽ കടുത്താൽ ഇവരുടെ ദുരിതം ഇരട്ടിയാകും. കുടിശ്ശികയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിച്ച് കുടിവെള്ളം ലഭ്യമാക്കാൻ ബന്ധപ്പെട്ടവർ അടിയന്തരമായി ഇടപെടണം. കോഴിക്കോട് നിന്ന് ജയൻ കല്യാശ്ശേരിക്കൊപ്പം സമീസി മുഹമ്മദ്, 24. പൊതുജനം കഴുതയല്ല സാർ. പദ്ധതിയുടെ തുടക്കത്തിലുണ്ടായിരുന്ന ആവേശം പിന്നീടുണ്ടായില്ല. കുടിവെള്ളം പണം കൊടുത്തു വാങ്ങേണ്ട ഗതികേടിലാണ് ആ പ്രദേശവാസികൾ. ആദ്യമൊക്കെ രാഷ്ട്രീയ പാർട്ടികളും മറ്റ് ജനപ്രതിനിധികളുമൊക്കെ ഇടപെട്ട് വെള്ളം എത്തിച്ചിരുന്നെങ്കിലും ഇപ്പോൾ അതും നടക്കുന്നില്ല. അധികാരികൾ വിഷയത്തിൽ ഉടൻ ഇടപെട്ട് ഈ ദുരിതത്തിന് പരിഹാരം ഉണ്ടാക്കണം എന്ന് ആ പ്രദേശവാസികൾ പറയുകയാണ്. ചില പ്രതികരണങ്ങൾ കൂടി കാണാം. വണ്ടി വെള്ളം കുറച്ച് വന്നിട്ടുണ്ടായിരുന്നു അവിടെ, പിന്നെ അത് നിന്ന് പിന്നെ വെള്ളം തീരെ അല്ലാതായി. ഇപ്പോൾ 2025 ജനുവരി മാർച്ച് 1 വെള്ളമല്ല. ഇവിടെ പ്രായമായ ആൾക്കാരും കുട്ടികളും എല്ലാവരും ഉള്ള ഒരു കോളനിയാണ്. ಯಾವುದೇ അവസ്ഥയിൽ ഇപ്പോൾ നിൽക്കുന്ന ഒരു ഇതാണത്. വെള്ളം കിട്ടുന്നില്ല. വെള്ളം എങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ വളരെ സന്തോഷമായിരുന്നു. ആര് തരുന്നുള്ളൊരു പ്രതീക്ഷയില്ല. 8 മാസത്തോളം വെള്ളമില്ലാതായിട്ട് വെള്ളത്തിന് വളരെ ബുദ്ധിമുട്ടാണ്. സുഖലത്തിൽ കുറേ ആൾക്കാരുണ്ട്, ഇവർക്ക് വെള്ളത്തിൽ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഇതിലേക്ക് വണ്ടി വെള്ളം 2 ദിവസം കിട്ടീന്, ഇവർ വന്നില്ല. പിന്നെ 1000 കൊടുക്കുന്ന 1000 കൊടുത്ത് വെള്ളം കിട്ടിയിട്ടില്ല. ഇങ്ങനെയൊക്കെ സ്ഥിതി. പൈപ്പ് വെള്ളം ഇതിന് മുന്നേ ഉണ്ടായിന്, വെള്ളത്തിന് പൈസ അടിച്ചിട്ട് ഇതുവരെ വെള്ളം തന്നിട്ടുമില്ല. ഞങ്ങളെ 8-ാം വാർഡാണിത്. 8-ാം വാർഡിലെ വാർഡ് മെമ്പർമാരായിട്ടും ചാത്തമംഗലം പഞ്ചായത്തു നിന്നും ഇതുവരെ ഞങ്ങൾക്ക് ഒരു കുടിവെള്ളം ഇതുവരെ വണ്ടിയിലായിട്ടൊന്നും കൊണ്ടു തന്നിട്ടില്ല.